സർ, 1980കളുടെ തുടക്കത്തിൽ അസമിൽ നടന്ന നെല്ലി കൂട്ടക്കൊല, ഏതാണ്ട് 2000-ഓളം വരുന്ന മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത സംഭവം, ആ സംഭവത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതാണ്. പക്ഷെ ഇന്ന് വരെ അത് പുറത്തു വിട്ടില്ല. ഇപ്പോൾ അത് നിയമസഭയിൽ വെക്കാൻ പോകുന്നു കേൾക്കുന്നല്ലോ. ഈ 1983 എത്രാം ക്ലാസ്സിൽ അസനിജി? ഞാനൊരു 5 വയസ്സില്ല, 4 വയസ്സൊക്കെ വരുന്നേ ഉള്ളൂ. അതാണ് ഈ 1983 നെല്ലി കൂട്ടക്കൊല എന്നൊക്കെ പറഞ്ഞാല് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും നടുക്കം ആണ്. അതായത് അസമില് അസം ഗണപരിഷത്തൊക്കെ വിദ്യാർത്ഥികളുടെ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ടല്ലോ. ഇന്നിപ്പോ ഈ ജെൻസി എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഈ ജെൻസിയൊക്കെ പണ്ടൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതാ. അസമില് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയിട്ട് പ്രഫുല്ല കുമാർ മഹന്ത എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥി നേതാവാണ് അവിടെ മുഖ്യമന്ത്രിയായത്. ഇതൊക്കെ ഇന്ത്യയിൽ പണ്ടേ അന്നത്തെ ജെൻസി ഉണ്ട് ഇവിടെ ഒക്കെ ഉള്ളതാ. അപ്പൊ ആ അസം പ്രക്ഷോഭത്തിന്റെ മൂർധന്യത്തിൽ അസമില് നെല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തി. ഗോത്രവർഗങ്ങളാണ് മുസ്ലിങ്ങളെ കൊന്നത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത്, കോൺഗ്രസ് ഭരിക്കുമ്പോൾ, അസം ഭരിക്കുന്ന കാലത്ത്, കോൺഗ്രസിൻ്റെ കാലത്ത് അസമിൽ നടന്ന ഏറ്റവും വലിയ മുസ്ലിം കൂട്ടക്കൊല. അതിനെ സംബന്ധിച്ച് പിന്നീട് ഹിതേശ്വർ സൈക്കിയ മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ, രാജീവ് ഗാന്ധിയുടെ കാലത്ത് തിവാരി കമ്മീഷനെ വെച്ചു ഈ നെല്ലി മുസ്ലിം കൂട്ടക്കൊലയെ പറ്റി അന്വേഷിക്കാൻ. തിവാരി 1985 റിപ്പോർട്ട് സമർപ്പിച്ചു സർക്കാരിന്. പക്ഷേ ഈ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ഈ റിപ്പോർട്ട്, നെല്ലി കൂട്ടക്കൊലയെ പറ്റിയിട്ടുള്ള തിവാരി കമ്മീഷൻ റിപ്പോർട്ട്, നവംബറിൽ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ മേശപ്പുറത്ത് വയ്ക്കും എന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പക്ഷേ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരു വാർത്തയേ അല്ല. എന്തുകൊണ്ട്? കോൺഗ്രസ് ഭരണകാലത്ത് ഔദ്യോഗിക കണക്ക് 1819 മുസ്ലിങ്ങളെ കൊന്നു എന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിന്റെ 10 മടങ്ങായിരിക്കും യഥാർത്ഥ കണക്ക് എന്ന് എല്ലാവർക്കും അറിയാം. 1819 ഔദ്യോഗിക കണക്ക്. അതിൽ 1327 സ്ത്രീകള്, 253 കുട്ടികൾ. ഇതാണ് ഔദ്യോഗിക കണക്ക്. CRPF പിന്നെ ഡൽഹിയിൽ നിന്നൊക്കെ എത്തിയിട്ടാണ് ഇത് അമർച്ച ചെയ്തത് അവിടെ. അപ്പോൾ ഈ തിവാരി കമ്മീഷൻ റിപ്പോർട്ട് 600 പേജാണ്. 4 ദശകമായി റിപ്പോർട്ട്. നമ്മുടെ ഇവിടെ കേശവ മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് ശബരിമല തീവെപ്പിനെ പറ്റി 1950-ത്തെ ഒരു സർക്കാരും പ്രസിദ്ധീകരിച്ചില്ലല്ലോ. 1957 തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി MN ഗോവിന്ദൻ നായർ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞതല്ലേ അന്ന്. അപ്പോൾ ത്രിഭുവൻ പ്രസാദ് തിവാരി ആണ് കമ്മീഷനായിരുന്നത്. IAS കാരനാണ്. പിന്നീട് ഇദ്ദേഹം പുതുച്ചേരിയിൽ ഗവർണറായി. 2015 93 വയസ്സിൽ മരിച്ചുപോയി തിവാരി. ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലുള്ളതിൽ തിവാരിയുടെ റിപ്പോർട്ട് ഒപ്പില്ല. പക്ഷെ അന്ന് കമ്മീഷൻ അംഗങ്ങളായവരോടൊക്കെ ഇപ്പോഴത്തെ മന്ത്രിസഭ ചോദിച്ചു, ഇത് തന്നെയല്ലേ റിപ്പോർട്ട് എന്ന്. അങ്ങനെ ഉറപ്പുവരുത്തിയിട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ 1983 ഫെബ്രുവരി 18 മധ്യ അസമിൽ, സെൻട്രൽ അസം നടന്ന മുസ്ലിം കൂട്ടക്കൊലയാണ് ഈ നെല്ലി കൂട്ടക്കൊല എന്ന് പറയുന്നത്. അത് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരുണ്ടല്ലോ, മുസ്ലിം കുടിയേറ്റക്കാരും അല്ലാത്തവരും ഒക്കെ, അവർക്കെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഉച്ചസ്ഥായിയിലാണ് ഈ കൂട്ടക്കൊല നടക്കുന്നത്. അപ്പോൾ ബംഗാളി മുസ്ലിം ഗ്രാമങ്ങൾ, ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ കൂട്ടമായി പാർക്കുന്ന ഗ്രാമങ്ങളിലാണ് ഗോത്രവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് തദ്ദേശവാസികളാണല്ലോ. വിദേശത്ത് നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന് വന്ന് കുറെ മുസ്ലിങ്ങൾ പാർക്കുന്നു. ഇവരെ
കൊല്ലുന്നു. അതാണ് സംഭവിച്ചത്. ഗോത്രവർഗങ്ങൾ വടിവാള്, കുന്തം, വടി ഒക്കെ ആയിട്ട് ആക്രമിച്ചു, വീടുകൾ കത്തിച്ചു, റോഡുകൾ തടഞ്ഞു, സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊന്നു. 1980 മുതൽ അസമില് 14 ലോക്സഭാ സീറ്റുകൾ ആകെ, അതിൽ 12 ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഈ പ്രക്ഷോഭം കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. 1982 നിയമസഭ പിരിച്ചുവിട്ടു. എന്നിട്ട് 4 ഘട്ടമായിട്ട് വോട്ടെടുപ്പ് നടക്കും എന്ന് 1983 ജനുവരി 6 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നു. അപ്പോൾ അസമിലെ ഈ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞിട്ട് പല പാർട്ടികളും പങ്കെടുത്തില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് നടന്നു. 1983 തെരഞ്ഞെടുപ്പ് നടന്നു. അക്രമാസക്തമായിരുന്നു. കോൺഗ്രസ് ജയിച്ചു. അതിൽ സർക്കാരുണ്ടാക്കി, ഹിതേശ്വർ സൈക്യ സർക്കാരുണ്ടാക്കി. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെയൊക്കെ മൂർധന്യത്തിലാണ് ഈ കൂട്ടക്കൊല, മുസ്ലിം കൂട്ടക്കുരുതി നടക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ആസു എന്ന് പറഞ്ഞ സംഘടന, ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ, ആസു, പിന്നെ അവർ ഡിറ്റക്ഷൻ ആൻഡ് ഡിപ്പോർട്ടേഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് മൈഗ്രൻസ്, ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് അവരെ നീക്കണം എന്നും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ആവശ്യപ്പെട്ടു. കാരണം ഇവർ വന്നിട്ട് അവിടുത്തെ ഡെമോഗ്രഫി ചേഞ്ച് ചെയ്യുന്നു, ജനസംഖ്യ മാറുന്നു, ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമൊക്കെ പല ജില്ലകളിലും മാറുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ വന്നിട്ട് ഹിന്ദുക്കളുടെ ജനസംഖ്യ പല ജില്ലകളിലും മാറുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കണം. ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാതെയാണ് കോൺഗ്രസ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി ജയിക്കുന്നത്. ഇന്നത്തെ നഗാവ് ജില്ലയിലാണ് ഈ കൂട്ടക്കൊല നടന്നത്. 1983 ഫെബ്രുവരി 18 തിവ ഗോത്രവർഗത്തിൽപ്പെട്ടവര്, ബോഡോ ഗോത്രവർഗത്തിൽപ്പെട്ടവര് ഒക്കെയാണ് 14 ഗ്രാമങ്ങളിൽ കയറി മുസ്ലിം ബംഗ്ലാദേശി മുസ്ലിങ്ങളെ കൊല്ലുന്നത്. ആ സമയത്ത് രാഷ്ട്രപതി ഭരണമാണ് അവിടെ. രാഷ്ട്രപതി ഭരണത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടന്ന് ഹിതേശ്വർ സൈക്യ വരുന്നത്. അപ്പോൾ പോലീസ് CRPFനെ വഴിതെറ്റിച്ചു എന്നാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടക്കൊലയ്ക്ക് അവിടുത്തെ പോലീസ് കൂട്ടുനിന്നു എന്നാണ് പറയപ്പെടുന്നത്. ശരിയാണോ എന്നറിയില്ല. ഈ തിവാരി റിപ്പോർട്ടിൽ അതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്നും അറിയില്ല. റിപ്പോർട്ട് വരട്ടെ. അപ്പോൾ വോട്ടെടുപ്പ് നാളിലുമൊക്കെ ആണ് ഈ കൂട്ടക്കൊല നടക്കുന്നത്. ആളുകൾ പോയി വോട്ട് നടക്കുമ്പോൾ ആസു, ഗണപരിഷത്ത് എന്നിവര് സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കാതെ ആണ് ഇന്ദിരാഗാന്ധി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുകൂടിയാണ് ഈ കൂട്ടക്കൊലയ്ക്ക് കാരണം. കാരണം ഈ മുസ്ലിങ്ങളും വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ടല്ലോ, അത് വേണ്ട, ഇവര് പോയി വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഗോത്രവർഗങ്ങൾ പോയി കൊല്ലുന്നത്. തിവാ ഗോത്രവർഗക്കാരും ബോഡോകളും പോയിട്ടാണ് ഈ മുസ്ലിങ്ങളെ കൊല്ലുന്നത്. റിപ്പോർട്ടൊക്കെ വന്നു. പക്ഷെ മുസ്ലിങ്ങൾ വിരുദ്ധരാകരുത്, മുസ്ലിം വോട്ട് ബാങ്ക് അങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് പിന്നെ പുറത്തു വരാതിരുന്നത്. അതിപ്പോ സൈക്യ ഈ IAS ഓഫീസർ തിവാരിയെ നിയമിച്ചു. തിവാരി റിപ്പോർട്ട് കൊടുത്തു. തിവാരിയെ പിന്നെ പുതുച്ചേരിയിൽ ഗവർണറും ആക്കി. സർക്കാർ പിന്നെ വരുന്ന കോൺഗ്രസ് സർക്കാർ IASകാരനായിട്ട്. അപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും കാലത്ത് നടന്ന ഒരു മുസ്ലിം കൂട്ടക്കൊല, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊലകളിലൊന്ന്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ എന്ന് പറയുന്നത് ഗുജറാത്തിലൊന്നുമല്ല സിനിജി. ആദ്യം നടക്കുന്നത് 1946 മുസ്ലിം ലീഗ് നേതാവ് മുഹമ്മദ് അലി ജിന്ന പ്രഖ്യാപിച്ച പ്രത്യക്ഷ സമരദിനം, ഓഗസ്റ്റ് 16 മുതൽ 4 ദിവസം ബംഗാളില്
ഹിന്ദുക്കളുടെ കൂട്ടക്കൊല. ഉന്മൂലനം ചെയ്തു. ഷഹീദ് സുഹ്രവർദി മുസ്ലിം ലീഗ് നേതാവ് ആണെന്ന് മുഖ്യമന്ത്രി. അതാണ് ഏറ്റവും വലിയ കൂട്ടക്കൊല. അത് കഴിഞ്ഞ് ഗോഡ്സെ ഗാന്ധിയെ കൊന്ന ശേഷം 2.5 ലക്ഷം ബ്രാഹ്മണരെ, ഗോഡ്സെ ബ്രാഹ്മണനായിരുന്നല്ലോ, ചിത്പവൻ, ആദ്യം ചിത്പവൻ ബ്രാഹ്മണരെ കൊല്ലാൻ തുടങ്ങി മഹാരാഷ്ട്രയിൽ. പിന്നെ ദേശാസ്ത തുടങ്ങി മറ്റ് ബ്രാഹ്മണരെ, 2.5 ലക്ഷം ബ്രാഹ്മണരെ അവിടെ കൂട്ടക്കൊല നടത്തി മഹാരാഷ്ട്രയിൽ. അത് ശരിക്കും പഠിക്കാത്ത, അതിനെപ്പറ്റി പുസ്തകങ്ങളൊന്നുമില്ല, വിവരമാണ്. വലിയ സിനിമാ സംവിധായകരും ഒക്കെ സ്റ്റുഡിയോ ഉടമകളും ഒക്കെ ഈ കൊല്ലപ്പെട്ടവരിൽ പെടും. നമ്മുടെ സവർക്കറുടെ ഒരു സഹോദരൻ നാരായൺ സവർക്കർ ഇതിൽ പരിക്ക് പറ്റിയിട്ടാണ് കൊല്ലപ്പെടുന്നത്. ചിത്പവൻ ബ്രാഹ്മണനാണ്. പക്ഷെ അത് നമ്മുടെ ചരിത്രത്തിലൊന്നും അത് രേഖപ്പെടുത്തൊന്നും പറയില്ല. കാരണം നെഹ്റു ഭരണത്തിന്റെ കാലത്ത് നെഹ്റു ഇങ്ങനെ അഴിച്ചുവിട്ടതാണല്ലോ. കോൺഗ്രസിലെ മുസ്ലിങ്ങളും ഒക്കെയാണ് ഈ ബ്രാഹ്മണരെ കൊല്ല് നടന്നത്. അപ്പൊ അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതേ പ്രശ്നം വരും. എന്തായാലും ഇന്ത്യയിൽ നടന്ന മാരകമായ ഒരു കൂട്ടക്കൊല, നെല്ലി കൂട്ടക്കൊല, അതിന്റെ അന്വേഷണ റിപ്പോർട്ട് നവംബറിലെ നിയമസഭാ സമ്മേളനത്തില് ഹിമന്ത ബിശ്വ ശർമ്മ മേശപ്പുറത്ത് വെക്കാൻ പോകുന്നു. എന്ത് വരുന്നു എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മിക്കവാറും വലിയ മറുപടി പറയേണ്ടി വരും അല്ലെ? കോൺഗ്രസ് മറുപടി പറയണമല്ലോ. കാരണം രാജീവ് ഗാന്ധി ആയിരിക്കില്ല പിന്നീട്. ആവശ്യമില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് അതല്ലേ പാർട്ടികള്, കോൺഗ്രസ് അല്ലാതെ വേറെ പാർട്ടികളൊക്കെ ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണല്ലോ പിന്നെ കോൺഗ്രസ് അവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചത് കൊണ്ടാണല്ലോ പിന്നെ ആസാം ഗണപരിഷത്ത് പ്രഫുല്ലകുമാർ മഹന്ത അവിടെ മുഖ്യമന്ത്രിയാകുന്നത്. കോൺഗ്രസിന് വേണ്ട എന്നവിടെ ആളുകൾ തീരുമാനിച്ചു. മാപ്പിള ലഹളക്കാലത്ത് ഖിലാഫത്ത് പ്രസ്ഥാനം കോൺഗ്രസ് ഉണ്ടാക്കിയതല്ലേ? അതെ. അവരും മറ്റേ മുസ്ലിങ്ങളും എല്ലാം കൂടിയല്ലേ മാപ്പിള ലഹള എന്ന് പറഞ്ഞിട്ട് ഹിന്ദു കൂട്ടക്കൊല നടത്തുന്നത്. അതെ, മലബാറില്. അതുകൊണ്ടല്ലേ അവിടെ പിന്നെ 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നത്. കോൺഗ്രസിന് വിശ്വാസം ഇല്ലാതായി ജനത്തിന്. അങ്ങനെയാണ് മലബാറില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. അതുപോലെയാണ് ആസാം ഗണപരിഷത്ത്. മുസ്ലിങ്ങളെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ? ചെയ്യില്ല. കോൺഗ്രസ് അവിടെ മുസ്ലിം മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ അസമിലെ. ഈ ഗണപരിഷത്തിന്റെ ഒക്കെ വളർച്ചയ്ക്ക് കാരണം തന്നെ ഇതാണ് ഈ നെല്ലി കൂട്ടക്കൊല ആണ്. ആ നെല്ലി കൂട്ടക്കൊല അധികം ആളുകൾ ചർച്ച ചെയ്യാറില്ല. സിനുജിക്ക് തന്നെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പൊ നാട്ടുകാര് ശരിക്കുള്ള ചരിത്രമൊക്കെ അറിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.